സുവിശേഷം മഹായുഗവും ദൈവിക രോഗശാന്തി ശുശ്രൂഷ നടത്തപ്പെടുന്നു. ഈ നാട്ടുകാരായ ഏവരെയും കർത്തൃനാമത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് കാലം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കാൻ വരാൻ പോകുന്ന ന്യായവിധി വിടുതൽ പ്രാപിക്കാനുള്ള ദൈവിക സന്ദേശം ശ്രവിക്കുവാൻ കാലത്തിന് ഏറ്റവും പരിചിതമായ ദൂത് ലഭിക്കാൻ ശിഷ്ടദാസന്മാർ കടന്നു വരുന്നുണ്ട്. ഏവരെ ഞങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് കൊടുമൺ പെന്തക്കോസ്ത് മിഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വാഴവള ജംഗ്ഷനിൽ തയ്യാർ ചെയ്യപ്പെട്ട പന്തൽ വെച്ച് വരുന്ന ഞായർ തിങ്കൾ ദിവസങ്ങളിൽ സുവിശേഷ മഹായുഗവും ദൈവിക രോഗശാന്തി ശുശ്രൂഷ നടത്തപ്പെടുന്നു. അതിലേക്ക് ഏവരെയും നാട്ടുകാരായ ഏവരെയും ഞങ്ങൾ കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യാൻ വരുന്ന ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വൈകിട്ട് 5:45 ദി പെന്തക്കോസ്ത് മിഷൻ സഭാ ഗ്രൗണ്ടിൽ തയ്യാർ ചെയ്യപ്പെട്ട പന്തൽ വെച്ച് സുവിശേഷ മഹായുഗവും ദൈവിക രോഗശാന്തി ശുശ്രൂഷ നടത്തപ്പെടുന്നു. അതിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അല്പസമയം ഈ ഭൂമിക്ക് എന്തായിത്തീരും, മനുഷ്യന്റെ ഭാവി എന്തായിത്തീരും, ഇന്ന് കാണുന്ന ആകാശത്തിന് സംഭവിക്കുന്നുള്ള തിരുവചനത്തിൽ അല്പസമയം ഒരു കർത്തദാസൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അതിലേക്ക് നിങ്ങളുടെ ഈ ശബ്ദപരിക്കും നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന കർത്തദാന്റെ ദാസൻ തിരുവചനങ്ങളെ നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്ത മകലയുമായി ഞങ്ങളുടെ ശബ്ദപരിധിയിൽ ഭവനത്തിലായിരിക്കുന്ന എല്ലാ മാന്യമിത്രകൾക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ലോക സംഭവങ്ങളെല്ലാം ലോകം ഒരു അന്ത്യകാലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയ ദേശവാസികളെ, മനുഷ്യന്റെ അകൃത്യം നിമിത്തം ഭൂമി നശിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് വിശുദ്ധ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവിക പ്രമാണങ്ങൾ ലംഘിച്ചപ്പോൾ മനുഷ്യനും ഭൂമിയും ശപിക്കപ്പെട്ടുപോയി. ശപിക്കപ്പെട്ടുപോയ ഭൂമിയിലേക്ക് മനുഷ്യന്റെ ജീവിതങ്ങളും ശപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനുഷ്യൻ ദൈവത്തെ അറിയാതെ ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളിലും മനുഷ്യൻ സൃഷ്ടിക്കുന്ന സൃഷ്ടികളിലും ഭജിച്ചുകൊണ്ട് ഭോജനപ്രിയരായി ഭോഗപ്രിയരായി ലോകത്തിന്റെ പാപ ഇമ്പങ്ങളെ താലോലിച്ചുകൊണ്ട് മനുഷ്യൻ പോകുന്നത് കണ്ടിട്ട് ദൈവം അനുദപിച്ചു. പ്രിയമുള്ളവരെ, അനുദപിച്ചതിന്റെ ഫലമായാണ് ഇന്നേക്ക് BC 2553 ആണ്ടുകളിൽ ദൈവം ഒരു ന്യായവിധി നടത്തി. ആദ്യമായിട്ട് മനുഷ്യന്റെ മേൽ വരുന്ന ന്യായവിധിയാണ് ഒരു വൻ ജലപ്രളയം. അത് എല്ലാവരും അറിയുന്ന ഒരു കാര്യമാണ്. നോഹയുടെ പട്ടണം, നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയം ചരിത്ര പുസ്തകങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. അന്ന് ഭൂമിയിലുണ്ടായിരുന്ന സകല മനുഷ്യരെയും ന്യായം വിധിക്കുകയുണ്ടായി. അന്ന് ഭക്തനായ നോഹയോട് പറഞ്ഞു, ഒരു പട്ടണം ഉണ്ടാക്കി നീയും നിന്റെ മക്കളും അതിനുള്ളിൽ കയറിക്കൊള്ളണം. ഭൂമിയിലെ ഭൂമിയിൽ ശ്വാസമുള്ള സകലത്തിൽ നിന്നും 2 വീതം അതിൽ കയറ്റിക്കൊള്ളണം. പ്രിയമുള്ളവരെ, നോഹ പട്ടണം ഉണ്ടാക്കുവാൻ തുടങ്ങി. എന്നാൽ അത് കണ്ടുനിന്ന ജനങ്ങളെല്ലാം അവനെ പരിഹസിക്കുവാൻ തുടങ്ങി. കാരണം അന്നുവരെ ഭൂമിയിൽ മഴ പെയ്തിരുന്നില്ല. ഭൂമിയെ നനച്ചുകൊണ്ടിരുന്നത് ഭൂമിയുടെ അടിയിൽ നിന്നും മഞ്ഞു തീർന്നുകൊണ്ടാണ്. മഴയുണ്ടാകുമെന്ന് വിശ്വസിച്ചില്ല പ്രിയമുള്ളവരെ. എന്ന് ദൈവ ന്യായവിധി നടത്തുകയുണ്ടായി. 150 ദിവസം അത് ഈ ഭൂമിയിൽ മഴ പെയ്ച്ചു. 300-ലധികം ദിവസം ഭൂമി വെള്ളത്താൽ മൂടപ്പെട്ടു. നോഹയുണ്ടാക്കിയ പട്ടണം അത് ഒറ്റിക്കഴിഞ്ഞപ്പോൾ തുർക്കിയിലുള്ള ഹരാരത്ത് പർവ്വതത്തിന്റെ മുകളിൽ അത് ആ പട്ടണത്തിന്റെ അവശിഷ്ടം ഇന്നും കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇത് വെറുതെ ഞങ്ങൾ വിളിച്ചു പറയുന്നതല്ല, ലോകത്തിന് ദൃഷ്ടാന്തമായി അത് നിർത്തിയിരിക്കുകയാണ്. ലോകത്തിന് ഇന്നേക്ക് BC 2553 നടന്ന അത് ആ നാശത്തിന്റെ ആ വൻ ന്യായവിധിയുടെ അടയാളമായി ഇന്നും തുർക്കിയുടെ ഹരാരത്ത് പർവ്വതത്തിൽ നോഹയുടെ പട്ടണത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ പ്രിയമുള്ളവരെ. എന്നാൽ നോഹയുടെ മക്കളിൽ നിന്നും ജനിക്കപ്പെട്ട മനുഷ്യൻ വീണ്ടും ഇത് ദൈവത്തെ അറിയാതെ പോയത് കണ്ടപ്പോ വീണ്ടും ന്യായവിധി നടത്തി. സോദോം ഗൊമോറ എന്ന നഗരം, അവിടെ സ്വർഗ്ഗ നദികളും അത് ഭോജനപ്രിയരായി മൃഗങ്ങളെ ഭോജിക്കുന്ന
ഭോഗിക്കുന്നവരായിരുന്നവിടെ അവിടെയും ദൈവം ന്യായവിധി നടത്തി സ്വർഗത്തിൽ നിന്നും തീയും ഗന്ധവും അയച്ച് ആ നഗരത്തെ അത് ചാമ്പലാക്കി കഴിഞ്ഞു. അതിന്നും പാലസ്തീനിൽ നിലകൊള്ളുകയാണ്. ചാവ് കടലായി ഇന്ന് തീർത്ഥാടകരൊക്കെയും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വന്ന് അവിടെ തീർത്ഥാടനം നടത്തുന്നുണ്ട്. നമ്മളെ അവിടെ കാണുവാൻ ദൈവം രണ്ടാമതായി വിധിച്ചത് അത് ന്യായവിധി നടത്തുകയാണ്. സോദോം ഗോമോറ എന്ന പട്ടണത്തെ സ്വർഗത്തിൽ നിന്നും തീയും ഗന്ധവും അയച്ച് നശിപ്പിച്ച് കളഞ്ഞു. നമ്മളെ ഇതൊക്കെ മനുഷ്യന് ദൃഷ്ടാന്തമായി ദൈവം കാണിച്ചു തന്നിട്ടും മനുഷ്യൻ ഇന്നും ദൈവിക സത്യങ്ങളെ അറിയാതെ ഭോഗപ്രിയനായി ലോകത്തിൽ നിലകൊള്ളുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഇരുന്ന ദൈവം മനുഷ്യനെ എങ്ങനെ രക്ഷിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ തന്റെ സൃഷ്ടിയായ തന്റെ മടിയിലിരുന്ന ഓമനപുത്രനായ സൃഷ്ടിയുടെ മകനമായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചു. മാനവരാശിയുടെ മുഴുവൻ പാപങ്ങൾ തന്റെ മേൽ ചുമത്തിക്കൊണ്ട് താൻ കാൽവരിയുടെ കുലക്കളത്തിൽ തന്റെ അവസാന തുള്ളി രക്തവും ചിന്തിക്കൊണ്ട് മരിച്ചടക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, എന്നാൽ ഭൂമിക്ക് വളമായി മാറിയില്ല. മൂന്നാം നാൾ താൻ പറഞ്ഞതുപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗാദി സ്വർഗങ്ങളിലേക്ക് ഇരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആയതുകൊണ്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയ യേശുവിലൂടെ നിങ്ങൾക്കും ഒരു സ്വർഗീയ വാസമുണ്ട്. ആ സ്വർഗീയ വാസം നിങ്ങൾ അനുഭവിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവാണ് എന്റെ പാപത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചുവെന്ന് യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി എന്നെ ശുദ്ധീകരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് രക്ഷകനായി സ്വീകരിക്കണം. യേശുവിനെ എന്താണ് രക്ഷ? ഭൂമിക്കും മനുഷ്യനും വരുവാനിരിക്കുന്ന നിത്യമായ ഒരു ശിക്ഷാവിധിയുണ്ട്. രണ്ടാം മരണം. ആ രണ്ടാം മരണത്തിൽ നിന്നും രക്ഷ നേടണം. അതാണ് രക്ഷ. ആ രക്ഷ നേടുന്ന വ്യക്തിക്ക് മാത്രമേ മരണാനന്തര ജീവിതം സ്വർഗത്തിൽ കഴിക്കുവാൻ കഴിയുള്ളൂ. അല്ല എങ്കിൽ പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ നരകത്തിലേക്ക് മനുഷ്യൻ പോകേണ്ടി വരും. അവിടെ മരിച്ചു തീരുകയല്ല, ദിനം പ്രതി മരിച്ചുകൊണ്ടിരിക്കും. അതാണ് പറയുന്നത്. ദേഹത്തെ കൊല്ലുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. ദേഹത്തെയും ദേഹിയെയും കൊന്ന് നരകത്തിൽ തള്ളിയിടുന്നവരെ നിങ്ങൾ ഭയപ്പെടുവിൻ. അതാണ് കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യന്റെ പാപനിമിത്തം മനുഷ്യനെ നരകത്തിൽ തള്ളിയിടും. ഓർത്തുകൊള്ളണമേ, ആദ്യമായി യേശു വന്നത് പാപികളെ രക്ഷിക്കുവാനായിരുന്നുവെങ്കിൽ ഇനി യേശു വരുവാൻ പോകുന്നത് പാപം കൂടാതെ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ജനവിഭാഗത്തെ ചേർക്കുവാൻ നിങ്ങൾ ആരുടെ കൂടെയാണ്? പാപം കൂടാതെ യേശുവിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് ഒരു ദൈവരാജ്യം ഒരുക്കി വെച്ചിരിക്കുന്ന. പ്രിയമുള്ളവരെ, മനുഷ്യന് അനന്ത നിത്യയുടെ കവാടം തുറക്കുമ്പോൾ ദൈവത്തോടുകൂടെ വസിക്കുവാൻ ഒരിടമുണ്ട്. ആ ഇടത്തേക്ക് പോകുവാനുള്ള മാർഗമാണ് ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്ന സുവിശേഷം. സുവിശേഷം ആരെയും നശിപ്പിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഇരുണ്ട ഭൂഖണ്ഡങ്ങളിലെ നരഭോജികളെ പോലും ദൈവസ്നേഹികളാക്കി മനുഷ്യ സ്നേഹികളാക്കി മാറ്റിയതാണ് ഈ ദൈവത്തിന്റെ സുവിശേഷം. യേശു ക്രിസ്തു ഒരുവന്റെ ഉള്ളിൽ വന്ന് അവൻ പാപം ചെയ്യില്ല, അവൻ ആത്മഹത്യ ചെയ്യില്ല, വ്യഭിചാരം ചെയ്യില്ല, ഭോഷ്ക് പറയില്ല, കള്ളസത്യം പറയില്ല. പ്രിയമുള്ളവരെ, ആത്മഹത്യ ചെയ്യില്ല. അത് പാപപ്രവർത്തികളിലൊന്നും യേശു ഒരുവന്റെ ഹൃദയത്തിൽ വന്ന് അവൻ ചെയ്യില്ല. പ്രിയമുള്ളവരെ, യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് ഈ ലോകത്തിൽ തന്നെ ഒരു സ്വസ്ഥതയുണ്ട്. ഇന്ന് സ്വസ്ഥതയില്ലാതെ മനുഷ്യൻ മദ്യത്തിനും മയക്കുമരുന്നിനും അത് ഹോർമോൺ കയറിനുമൊക്കെ അവന്റെ ജീവനെ കളയുകയാണ്. എന്നാൽ യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു. അത് യേശുവിന്റെ അടുക്കലേക്ക് വാ, നിനക്കൊരു നിത്യജീവനുണ്ട്. നിന്റെ പാപത്തെ ക്ഷമിച്ചു തരും. നിന്റെ പാപങ്ങൾ എത്ര കടിച്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ആയതുകൊണ്ട് നീ
വിടുവിക്കപ്പെടുവാൻ യേശുവിനെ രക്ഷയായിരിക്കുക. ഈ ഭൂമിയിൽ അതിന്റെ പണികളുമെല്ലാം വെന്തഴിയുവാൻ സമയമായി $1 ബില്യൺ മുടക്കിയാണ് ആയുധങ്ങൾ സംഭരിച്ചു വെച്ചിരിക്കുന്നത്. വെറുതെ അല്ല പ്രിയമുള്ളവരെ, ഒറ്റമറ്റമർത്തിയ ഭൂമിയെ 156 പ്രാവശ്യം പൊട്ടിത്തെറിപ്പിക്കുവാനുള്ള അണവായുധങ്ങളാണ് ലോകരാജ്യങ്ങൾ സംഭരിച്ചു വെച്ചിരിക്കുന്നത്. ആയതുകൊണ്ട് അതിനു മുമ്പായി ഞങ്ങൾ വിളിച്ചു പറയുന്ന കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്തിൽ വെളിപ്പെടും തന്റെ ജനത്തെ കൊടുക്കുവാൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ ആരുടെ കൂട്ടത്തിലാണ്? കർത്താവിന്റെ രാജ്യത്തിൽ പോകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിത്യ നരകത്തിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കൂ. നിങ്ങളുടെ ആത്മാവിന്റെ സ്വസ്ഥത നിങ്ങൾ എവിടെയാണെന്ന് അന്വേഷിച്ചു കൊള്ളുക. ആ മാർഗമാണ് സുവിശേഷം. സുവിശേഷം അനുസരിക്കാത്ത ഏവരെയും ദൈവം ശിക്ഷ വിധിക്കുമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ. ആയതുകൊണ്ട് ബൈബിൾ സത്യങ്ങളൊന്നും ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളെ അറിയിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് കൊടുമൺ വാഴവിള ജംഗ്ഷൻ അടുത്തുള്ള ദ പെന്തക്കോസ്റ്റ് മിഷൻ സഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന 2 ദിവസത്തെ സുവിശേഷ മഹായോഗങ്ങളിലേക്ക് കടന്നു വരിക. 12, 13 തീയതികളിൽ കൃത്യം 5:45 ആരംഭിക്കുന്ന സുവിശേഷ മഹായോഗം തിങ്കളാഴ്ച തുടരുന്നതായിരിക്കും. കടന്നു വരിക, അനുഗ്രഹങ്ങൾ പ്രാപിക്കുക, മരണാനന്തര ജീവിതം സ്വർഗത്തിൽ കഴിക്കുക. ഇതോരവസരം, ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. കേട്ടയാരും ഈ സുവിശേഷം കേട്ടയാരും നിത്യ ശിക്ഷാവിധിക്ക് യോഗ്യരാകരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ദേശത്തു നിന്നും കടന്നു പോകുന്നു. കേട്ടവരെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കാൽവരി തന്നോട് മലമുകളിൽ യേശു ചിന്തിയ രക്തത്താൽ വാർത്തെടുത്തൊരു സുവിശേഷം അപ്പോസ്തലർ കത്തിച്ചു സുവിശേഷത്തിൻ ദീപശിഖം ഞങ്ങൾ സൂക്ഷിക്കൂ. തലമുറ കൈമാറി വരും തലമുറ